Yes, sir. Hello. Okay. So we're going to discuss about module 3 of our subject, that is engineering as social experimentation. We have 6 topics to discuss: engineer as experimentation, engineers as responsible experimenters, then codes of ethics, plagiarism, a balanced outlook on law, then 2 case studies, the challenger and Bhopal gas tragedy. So before going to first topic, that is engineering as experimentation, we need to discuss about what is experiment. എന്താ എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്നവരും ചെയ്തവരാണ് അല്ലെ. പല സമയങ്ങളിൽ പല രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തതും എക്സ്പെരിമെന്റ്സ് നമ്മൾ ഓർഗനൈസ് ചെയ്തവരൊക്കെയാണ്. എന്താണ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ? നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഫിസിക്സ് ലാബിലും കെമിസ്ട്രി ലാബിലും സുവോളജി ബോട്ടണി ലാബിലൊക്കെ എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് എക്സ്പെരിമെന്റ്? പരീക്ഷണം. പരീക്ഷണം. അതന്നെ, അതെപ്പോഴാണ് ഒരു പരീക്ഷണമാകുന്നത്? ഞാനിപ്പോ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പരീക്ഷണമാണോ? അല്ലല്ലോ. അല്ല. പക്ഷെ ഫിസിക്സ് ലാബിൽ നമ്മൾ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ റീഡിങ് എടുക്കുക, അത് വെച്ചിട്ട് കാൽക്കുലേഷൻ നടത്തുക, അതൊക്കെ എക്സ്പെരിമെന്റ് ആണ്. വാട്ട് ഈസ് എക്സ്പെരിമെന്റ്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ പ്ലസ് ടുവിലാണേലും പ്ലസ് വണ്ണിലൊക്കെ ലാബ് ചെയ്തവരാണ്. പഴയ സ്കൂൾ ലെവലിൽ 10ാം ക്ലാസ്സിലൊക്കെ ലാബിൽ കുറെ എക്സ്പെരിമെന്റ്സ് കണ്ടവരാണ്. വാട്ട് ഈസ് എക്സ്പെരിമെന്റ്? എപ്പോഴാണ് ഒരു എക്സ്പെരിമെന്റ് ആയി അല്ലെങ്കിൽ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും? നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തിയററ്റിക്കൽ ടോപ്പിക്സിനെ നമ്മൾ പ്രാക്ടിക്കലാക്കി മാറ്റാണല്ലേ. ഫിസിക്കൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അതൊരു എക്സ്പെരിമെന്റ് ആയി മാറുന്നത്. നമ്മളിപ്പോ ഫിസിക്സിലാണേലും കെമിസ്ട്രിയിലാണേലും നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ച പല റിയാക്ഷൻസ് അല്ലെങ്കിൽ പല പ്രോസസ്സുകൾ, അത് നമ്മൾ ഒരു ഫിസിക്കൽ മീനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതൊരു എക്സ്പെരിമെന്റ് ആയി മാറുന്നത്. ക്ലിയർ അല്ലേടോ? പൊട്ടൻഷ്യോമീറ്ററിന്റെയും വിറ്റ്സൺ ബ്രിഡ്ജിന്റെ ഒക്കെ തിയറി നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് അത് വരച്ചും അതിന്റെ തിയറി സൈഡ്സും പഠിച്ചവരാണ് അല്ലെ. തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് പഠിച്ചിട്ട് ലാബിലേക്ക് പോകുമ്പോൾ ഈ ഉപകരണങ്ങളെയൊക്കെ നമ്മളെ പ്രാക്ടിക്കൽ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതൊരു എക്സ്പെരിമെന്റ് ആയത്. ക്ലിയർ? ഇപ്പൊ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ തിയറീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെ പ്രാക്ടിക്കൽ ആക്കി മാറ്റുക, ദാറ്റ് ഈസ് എക്സ്പെരിമെന്റേഷൻ. അപ്പൊ നിങ്ങൾ ഇപ്പോ ആക്ച്വലി നിങ്ങളുടെ സെമസ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ FM ലാബ്, അതേപോലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബ്, അതേപോലെ കുറച്ച് കഴിഞ്ഞാൽ ഇനി HMT ലാബ് വരും. അങ്ങനെ പല പല ലാബുകളും ചെയ്യുന്നുണ്ട്. അവിടെയും നടക്കുന്നത് എക്സ്പെരിമെന്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റുകളാണ് അല്ലെ. നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ച ഫ്ലൂയിഡ് മെക്കാനിക്സിലെ പല തിയറീസും നിങ്ങൾ ലാബിൽ പോയിട്ട് അതിനെ പ്രാക്ടിക്കൽ മീനിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്, അതിന്റെ പ്രാക്ടിക്കൽ മീനിങ്ങിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് യു ഷുഡ് ബി എ പെർഫെക്റ്റ് എക്സ്പെരിമെന്റർ. നിങ്ങളൊരു നല്ല എക്സ്പെരിമെന്റർ ആവണം. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? പ്രാക്ടിക്കൽ നോളജുകൾ വേണം അല്ലെ, പ്രാക്ടിക്കൽ സ്കില്ല് വേണം. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കരിക്കുലത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ലാബുകളൊക്കെ വെച്ചിട്ടുള്ളത്. ബട്ട് നിങ്ങളുടെ ഒരു കരിക്കുലത്തിന്റെ ഒരു സ്വഭാവത്തിൽ നിങ്ങൾക്ക് തിയറിയാണ് കൂടുതലുള്ളത്, പ്രാക്ടിക്കൽ കുറച്ചേ ഉള്ളൂ. ബട്ട് ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾക്ക് കൂടുതലും ഉണ്ടായിരിക്കേണ്ടുന്നത് പ്രാക്ടിക്കൽ സ്കില്ലാണ്. നാളെ ഇപ്പൊ നിങ്ങൾ ഒരു ജോലിയൊക്കെ കിട്ടി, ഒരു എഞ്ചിനീയറിംഗ് ജോബ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും റെസ്പോണ്ട് ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതലും റെസ്പോൺസിബിൾ ആവുന്നത് പ്രാക്ടിക്കൽ സ്കില്ലുകളിലാണ് അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ജോലി കിട്ടിയാലും, നിങ്ങൾക്ക് ഒരു മെഷീൻ ഓപ്പറേറ്റർ ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കില്ലാണ്. നിങ്ങൾക്ക് ഒരു ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് കിട്ടിയാൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസൈൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഡിസൈൻ സോഫ്റ്റ്വെയർ, അതിൽ നമ്മൾ പഠിച്ചത് പ്രകാരം എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള നമ്മൾ തിയറീസ് ആയിട്ട് പഠിച്ച കാര്യങ്ങളെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മീനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു എക്സ്പെരിമെന്റ് നടക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ആയി എന്ന് നമ്മൾ പറയാം അല്ലെ. സോ നമ്മുടെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്യൂർലി ഇറ്റ്സ് എൻ എക്സ്പെരിമെന്റേഷൻ. നിങ്ങൾ 4 കൊല്ലം കോഴ്സ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത എഞ്ചിനീയറിംഗിനെ ഒരു എക്സ്പെരിമെന്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാണല്ലോ, ഒരു പ്രാക്ടിക്കൽ മീനിങ് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് 2 രീതിയിൽ ഇപ്പം എഞ്ചിനീയറിംഗ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ എന്നാണ് നമ്മൾ ടോപ്പിക് നെയിം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പല സിറ്റുവേഷൻസും മോറൽ പ്രോബ്ലംസ് ഉണ്ടാവുന്ന
പല സിറ്റുവേഷൻസും നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ ഡിസിഷൻസ് എടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. അപ്പോൾ അങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരും. ഓട്ടോണോമസ് ആയിട്ട് സ്വന്തം തിങ്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും. നമുക്കൊരു ഡിലേമ സ്റ്റേജ് ഒക്കെ വരും, മോറൽ ഡിലേമ സ്റ്റേജ്, ദാറ്റ് ഈസ് കൺഫ്യൂഷൻ സ്റ്റേജ്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരും. ഈ പ്രശ്നത്തിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല, നമ്മുടെ സൊസൈറ്റിയെ ഒന്നടങ്കം ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. അല്ലെ, നമ്മൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു എഞ്ചിനീയർ ആയിട്ട്, ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. നമുക്ക് കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് ഒരു പാലം പണിയാന്നുള്ളതാണ്. ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ളവർക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് കിട്ടി. അയാൾ ഒരു എത്തിക്കൽ വാല്യൂ ഇല്ലാത്ത ഒരു എഞ്ചിനീയർ ആയിട്ട് അവിടെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിസൈനും കാര്യങ്ങളും ഒന്നും കാര്യമായിട്ട് എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ പൊളിച്ചു മാറ്റപ്പെട്ട ഒരു പാലം ഉണ്ടല്ലോ, പാലാരിവട്ടം പാലം. അപ്പൊ അവിടെ അതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്ത എഞ്ചിനീയേഴ്സ് ഒരു എത്തിക്കലി ഒരു ഗുഡ് ബിഹേവിയർ കീപ്പ് ചെയ്തിരുന്നുവെങ്കിൽ അത് പൊളിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. കാരണം അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്ന് ഫെർദർ സ്റ്റഡീസിൽ മനസ്സിലായല്ലേ. സോ അവിടെ എഞ്ചിനീയറിംഗ് എത്തിക്സ് അവർ ആപ്ലിക്കബിൾ ആയിരുന്നെങ്കിലും പക്ഷെ അത് അവർ കൊണ്ടുവന്നില്ല, പ്രാക്ടിക്കൽ മീനിങ്ങിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ മാറ്റേണ്ടി വന്നത്. അപ്പം നിങ്ങൾ നാളെ ഒരു എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങൾ എടുക്കുന്ന പല ഡിസിഷൻസും, നിങ്ങൾ ചെയ്യുന്ന വർക്കുകളും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സൊസൈറ്റിയാണ് അല്ലെ, നിങ്ങളുടെ ചുറ്റിലുള്ളവരാണ്, സൊസൈറ്റിയാണ്. സോ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന എക്സ്പെരിമെന്റുകൾ, അതായത് നാളെ എഞ്ചിനീയേഴ്സ് ആയി നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും, അതിനാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ആസ് എക്സ്പെരിമെന്റേഷൻ എന്ന ടേം, ആ ഒരു ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഈ 4 കൊല്ലം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നാളെ ചെയ്യുന്ന വർക്കുകളൊക്കെ, നിങ്ങൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഒക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നത് സൊസൈറ്റിയാണ്. സോ എഞ്ചിനീയറിംഗ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും, എല്ലാ എക്സ്പെരിമെന്റുകളും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ബ്രോഡ് കൺസെപ്റ്റ് നമ്മുടെ മുമ്പിലാണ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ഈസ് എ സോഷ്യൽ എക്സ്പെരിമെന്റ്. സൊസൈറ്റിയിലാണ് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് ആസ് എക്സ്പെരിമെന്റേഷൻ. എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് ഒരു എക്സ്പെരിമെന്റേഷൻ ആയിട്ട് മാറുന്നത്? സോ എഞ്ചിനീയറിംഗ് ആസ് എക്സ്പെരിമെന്റേഷൻ, ഫസ്റ്റ് we need to identify what is experimentation. We already discussed that experimentation plays an important role in the design of a product or process. It refers to the activity, process or practice of making experiment in all stages of converting a new concept into design. Simply ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, മാനുഫാക്ചർ ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സുകൾ ചെയ്യണം, എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ പ്രോസസ്സുകളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ തിയറീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഒരു ഓർഡറിൽ നമ്മളെ തിയറിയിലുള്ള കൺസെപ്റ്റിനെ നമ്മളൊരു പ്രാക്ടിക്കലി ചെയ്ത് ഒരു ഡിസൈൻ ആക്കി മാറ്റുന്നതിനുള്ള സ്റ്റെപ്പ് ഓഫ് പ്രൊസീജിയേഴ്സിനാണ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ? നമ്മളിപ്പോ പറഞ്ഞു എക്സ്പെരിമെന്റേഷനും സോഷ്യൽ എക്സ്പെരിമെന്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? It is a research process. The principle of social experimentation is to test a policy intervention on a small population so as to evaluate its efficacy before deciding whether it should be scaled up. നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന സൊസൈറ്റി അല്ലെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ, ഒരു സ്മോൾ പോപ്പുലേഷനൊക്കെ എടുത്തിട്ട് അവരെ ഇത് എത്രമാത്രം എഫക്ട് ചെയ്യുന്നു, അവരെ എത്രമാത്രം പോസിറ്റീവായിട്ട് അല്ലെ അവർക്ക് എത്രമാത്രം ഇതിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സൊസൈറ്റിയെ വെച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ എഞ്ചിനീയറിംഗ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ, ദിസ് ഇസ് അവർ ടോപ്പിക്. വാട്ട് ഈസ് എഞ്ചിനീയറിംഗ്? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ? Engineering as social experimentation is not just a metaphorical notion. Any experiment, any experiment in engineering has to consider its impact on environment. ഞാൻ നേരത്തെ പറഞ്ഞു, ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾ എടുക്കുന്ന ഏത് ഡിസിഷനും, എന്ത് ഡിസിഷൻ എടുത്താലും, നിങ്ങൾ എന്ത് പെർഫോമൻസ് ചെയ്താലും, നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യുന്ന എന്തൊരു പെർഫോമൻസും അവിടെ ബാധിക്കുന്നത്, അതിന്റെ റിസൾട്ട് എഫക്ട് ചെയ്യുന്നത് അവിടെയുള്ള സൊസൈറ്റിയാണ്, അവിടെയുള്ള എൻവയോൺമെന്റിനെയാണ്. സോ an experiment in engineering has to consider
ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. നമ്മളൊരു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്, ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഈസ് എ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്, ബിക്കോസ് അതിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സും അതിന്റെ കംപ്ലീറ്റ് തിയററ്റിക്കൽസ് ആയിട്ടും നമുക്ക് കിട്ടിയേക്കുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റഡിയിലൂടെയാണ്. ആ സ്റ്റഡിയിലൂടെ കിട്ടിയ കാര്യങ്ങളെ നമ്മൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ള, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഫിസിക്കൽ തിങ്ങിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ അവിടെ നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം ദാറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റേഷൻ. അപ്പൊ ആ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റേഷൻ, ഞാനൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ ആ സൊസൈറ്റിയെ അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം നല്ല പോലെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. Then simulation studies are done, but there are always risks associated with an experiment. Failures are encountered in experimentation. Only after considerable research and experimentation, a product is to be put to use. So, in case of engineering experiment, we need to consider the impacts of that experiment to environment. Then we need to simulate, or we need to analyze the risk associated with that experiments. Then if failures are encountered in experimentation, we need to identify the causes of failures. We need to identify the main reasons behind these failures. Then we need to rectify that failures. If we consider such type of experimentation, such type of errors, such type of failures, we can build, we can produce a good product for our society. So നമുക്ക് സൊസൈറ്റിയെ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബിൽ കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലെ? സോ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ ആവുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ ഇവിടെ പറയണം. വാട്ട് ഈസ് എക്സ്പെരിമെന്റേഷൻ, വാട്ട് ഈസ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ, വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് ആസ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ. ഓക്കെ, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ, നമ്മുടെ ഈ ഒരു മൊഡ്യൂളിന്റെ ഹെഡ് തന്നെ ഇതാണ്, എഞ്ചിനീയറിംഗ് ആസ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ. സോ ഫസ്റ്റ് വി നീഡ് ടു ഐഡന്റിഫൈ വാട്ട് ഈസ് എക്സ്പെരിമെന്റേഷൻ, then we need to identify what is social experimentation, then how we can term engineering as social experimentation as a concept. So നമ്മൾ അത് 3 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ്പെരിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ പഠിച്ചേക്കുന്ന തിയറികളും നമ്മൾ പഠിച്ചേക്കുന്ന, നമ്മൾ ഗെയിൻ ചെയ്തിട്ടുള്ള നോളജ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ദാറ്റ് ഈസ് എക്സ്പെരിമെന്റ്. ദെൻ വാട്ട് ഈസ് സോഷ്യൽ എക്സ്പെരിമെന്റ്? സോഷ്യൽ എക്സ്പെരിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് എങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കൺസിഡറേഷനാണ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ. ദെൻ എഞ്ചിനീയറിംഗ് ആസ് എക്സ്പെരിമെന്റേഷൻ, എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റുകൾ നമ്മുടെ സൊസൈറ്റിയെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നു. അപ്പൊ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എഞ്ചിനീയർ ചെയ്യുന്ന എല്ലാ ജോലികളും എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ആണ്. നാളെ നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞിട്ട് ആസ് എൻ എഞ്ചിനീയർ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് എന്നാ പറയാം. കാരണം നിങ്ങൾ പഠിച്ച തിയറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ വർക്ക്, ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്. സോ എഞ്ചിനീയറിംഗ് ആസ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? Then comparison with standard experiment. നമ്മൾ പറഞ്ഞു +1 +2 ക്ലാസ്സിലും പിന്നെ SSLC ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച, അല്ലെ, നമ്മൾ ചെയ്ത കുറെ എക്സ്പെരിമെന്റുകളുണ്ട്, അല്ലെ, ലബോറട്ടറിക്കൽ എക്സ്പെരിമെന്റ്. അതിനെ നമ്മൾ പൊതുവെ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ് എന്നാണ് ടേം ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റിനെ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എന്നോ, എന്താ വെച്ചാൽ നിങ്ങൾ ഇനി അടുത്ത സെമ്മിലൊക്കെ S6 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ പ്രോജക്റ്റുകൾ ചെയ്യും. എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് വേഴ്സസ് ലബോറട്ടറിക്കൽ എക്സ്പെരിമെന്റ്, ലാബ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റും സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റും ലാബ് എക്സ്പെരിമെന്റുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അല്ലെ? നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ്സിലാണേലും +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ നമ്മൾ ലാബ് എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ലാബ് എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് എന്നും പറഞ്ഞു. അതായത് നമ്മൾ ബിടെക് പഠിച്ച എഞ്ചിനീയറിംഗ് സ്കില്ല് നമ്മൾ കാണിക്കുന്ന എക്സ്പെരിമെന്റുകളെയാണ് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള
സിമിലാരിറ്റീസ് എന്തൊക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെ, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കമ്പാരിസൺ വിത്ത് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ്. ആരെയാണ് കമ്പയർ ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റിനെ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റുമായിട്ട് കമ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റിനെ ലാബിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യാണ്. സോ സിമിലാരിറ്റീസ് ആ ഫസ്റ്റ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിന്റെ ഡിഫറൻസുകൾ നമുക്ക് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ലൈക്ക് സയൻസ് എക്സ്പെരിമെന്റ്സ്, എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്സ് ആർ ക്യാരിഡ് ഔട്ട് പെർട്ടിക്കുലർ അൺസർട്ടൈനിറ്റീസ്. അത് നമ്മൾ ചെയ്യുന്ന ലാബിൽ ചെയ്യുന്ന സയൻസ് എക്സ്പെരിമെന്റ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലേക്കുള്ള ലാബ് എക്സ്പെരിമെന്റ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ആണെങ്കിലും രണ്ടും ക്യാരിഡ് ഔട്ട് പെർട്ടിക്കുലർ അൺസർട്ടൈനിറ്റീസ്. എന്താ അങ്ങനെ വെച്ചാൽ, നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് വി ഡോണ്ട് നോ വാട്ട് വുഡ് ബി അബൌട്ട് ദി റിസൾട്ട്. എന്താണ് ഫൈനൽ റിസൾട്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഐഡിയ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റിസൾട്ട് കിട്ടില്ലല്ലോ. നമ്മൾ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ബോധ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ലാബിലും ഉണ്ടാവില്ല. അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്, നിങ്ങളൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളെ തിയറിയൊക്കെ വെച്ച്, നിങ്ങൾ പഠിച്ച തിയറീസും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യും. അതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനും സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഫൈനലി ഇതെന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ആ ഒരു അൺസർട്ടൈനിറ്റി രണ്ട് എക്സ്പെരിമെന്റിലും ഉണ്ടാവും. സോ ലൈക്ക് സയൻസ് എക്സ്പെരിമെന്റ്, എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്സ് ആർ ക്യാരിഡ് ഔട്ട് പെർട്ടിക്കുലർ അൺസർട്ടൈനിറ്റീസ്. അൺസർട്ടൈനിറ്റീസ് മീൻസ് വി ഡോണ്ട് നോ വാട്ട് വുഡ് ബി ദി റിസൾട്ട് ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഈ രണ്ട് കേസിലും, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ലാബ് എക്സ്പെരിമെന്റുകളും എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റുകളും. രണ്ടിനെ പറ്റി നമുക്ക് എന്തില്ല, റിസൾട്ടിനെ പറ്റി ഫൈനലി എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ഒരു അൺസർട്ടൈനിറ്റി ഉണ്ടാവും. ഇതൊരു സിമിലാരിറ്റിയാണ്. ദെൻ സെക്കൻഡ് സിമിലാരിറ്റി, ദ ഫൈനൽ ഔട്ട്കംസ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. അത് തന്നെയാണ് ഈ അൺസർട്ടൈനിറ്റി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇവിടെ. The final outcomes of engineering projects are generally uncertain like that of experiments what we do. നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴും എന്താ ഫൈനൽ റിസൾട്ട് കിട്ടുക നമുക്കറിയില്ല. ഇവിടെ ആണെങ്കിലും എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റിലാണെങ്കിലും നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ നാളെ ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ഒക്കെ ഫൈനൽ ഇയർ ആകുമ്പോൾ ചെയ്യേണ്ടവരാണ്. അപ്പൊ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുക എങ്ങനെയാ? 4 കൊല്ലം കൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതിന്റെ ഡിസൈനിങ്ങും അതിന്റെ മറ്റ് മെഷർമെന്റ്സും അതിന്റെ പ്രൊഡക്ഷനും ഒക്കെ ചെയ്യാം. സോ അത് നിങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ആണ്. കാരണം എഞ്ചിനീയറിംഗ് നോളജിലൂടെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല നമുക്ക് എന്താണ് ഈ പ്രോജക്റ്റ്, ഈ സെം കഴിയുമ്പോൾ ഈ പ്രോജക്റ്റ് വഴി കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ കണ്ടിന്യൂസ് റിസർച്ചും നിങ്ങൾ കുറേ പേപ്പേഴ്സ്, ജേർണൽ പേപ്പേഴ്സ്, അത് ഇതൊക്കെ നോക്കി ഫൈനലി നിങ്ങൾ വിചാരിക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുക. സോ അവിടെ ഒരു അൺസർട്ടൈനിറ്റി എപ്പോഴും ഉണ്ടാവും. ഫൈനൽ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെ ഫൈനൽ ഔട്ട്കമിനെ പറ്റി ഒരു അൺസർട്ടൈനിറ്റി എപ്പോഴും ഉണ്ടാവും. ദാറ്റ് ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ആൻഡ് ലാബ് എക്സ്പെരിമെന്റ്സ്. Similar to standard experiments, engineering experiments require thorough knowledge about the products at the pre-production and post-production stage. ഈ രണ്ട് കേസിലും ഇപ്പൊ ലാബിൽ ചെയ്യുന്ന ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ആണെങ്കിലും, നിങ്ങളിപ്പം ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്ട് നാളെ നിങ്ങൾ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങളെ എഞ്ചിനീയറിംഗ് സ്റ്റഡിയിലൂടെ നേടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും രണ്ടിടയ്ക്ക് നമുക്ക് വേണം, എന്ത് വേണം? തറോ നോളജ് അബൌട്ട് ദാറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ തറോ നോളജ് അബൌട്ട് ദാറ്റ് എക്സ്പെരിമെന്റ്. ഇപ്പൊ നിങ്ങൾ നാളെ ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ തറോ നോളജ് ഇല്ലാതെ നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അത് ലാബ് എക്സ്പെരിമെന്റ്, ഇപ്പം ബയോളജിയിലൊക്കെ ചെയ്യുന്ന ലാബ് എക്സ്പെരിമെന്റ് ആണെങ്കിലും, നിങ്ങൾ ഫിസിക്സ് ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണെങ്കിലും, കെമിസ്ട്രി ലാബിൽ ചെയ്യുന്ന ഡിഫറെന്റ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റ്സ് ആണെങ്കിലും, അവിടെയും ഇവിടെയും വേണ്ടത് നല്ല ഡീറ്റെയിൽഡ് നോളജ് ഉണ്ടാവണം. ദെൻ ഇതിലില്ലാത്ത കുറച്ച് പോയിന്റ്സും കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യണം, എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ പറ്റേണ്ടതാണ്. രണ്ട് കാര്യങ്ങളിലും, എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റിലും സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ലാബ് എക്സ്പെരിമെന്റിലും ഉണ്ടായിരിക്കേണ്ട വേറൊരു സിമിലാരിറ്റിയാണ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ്. അല്ലേ, നമ്മള് പ്ലസ് ടുവിലൊക്കെ ലാബിൽ ഒരു കെമിസ്ട്രിയിലൊക്കെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിനെ മറ്റേ പിപ്പറ്റും ബ്യൂററ്റൊക്കെ എടുത്ത് വേണ്ടുന്ന റിയാജൻസ് ഒക്കെ എടുത്ത് പിന്നെ ചെയ്യുമ്പോൾ ഓരോ സെക്കൻഡിലും നമ്മൾ ഇതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻസ് നോട്ട് ചെയ്യും, എന്നാലേ നമ്മുടെ ഫൈനൽ റിസൾട്ട് പ്രോപ്പർ ആവുള്ളൂ. സോ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റിലും നമ്മൾ ഓരോ സ്റ്റേജിലും, ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിൾ ഉണ്ടാക്കുമ്പോഴേക്ക് ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിങ്
നടത്തേണ്ടതുണ്ട്. അതും ഒരു സിമിലാരിറ്റിയാണ്, രണ്ട് കേസിലും ഉണ്ട്. ദെൻ അടുത്തൊരു സിമിലാരിറ്റി, that is learning from the past, learning from the past. നമ്മുടെ പഴയ പല എക്സ്പീരിയൻസുകളും ഉണ്ടാവും, അതിൻ്റെ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഇപ്പം +2 നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റ്സ്, കെമിസ്ട്രി ലാബിലാണ് പൊതുവെ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ പറ്റുക. അപ്പൊ നമ്മൾ ഒരു തവണ ചെയ്തു, അത് ഫെയിലായി, നമ്മൾ എടുത്ത റിയേജന്റിന്റെ അളവ് കൂടിപ്പോയി, അതിന്റെ കാരണമൊക്കെ ഹൈഡ്രേഷൻ ഒന്നും കൃത്യമായി നടക്കാതെ വന്നപ്പോൾ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ അത് റെക്ടിഫൈ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റാ പിന്നെ നമ്മൾ ചെയ്യല്ലേ. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റുകളിൽ നിങ്ങൾ നാളെ ജോലിയൊക്കെ കിട്ടി, ഇന്നൊരു കാര്യം ചെയ്തു, അതിലൊരു തെറ്റ് വന്നു, നാളെ ഇതേ വർക്ക് വീണ്ടും ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി നല്ല പോലെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യും അല്ലെ. സോ രണ്ട് എക്സ്പെരിമെന്റിലും കമ്പാരിസണിൽ വരുന്ന സിമിലാരിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ലേണിംഗ് ഫ്രം പാസ്റ്റ്. നമ്മൾ ലാബ് എക്സ്പെരിമെന്റ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ആണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ വേറെ ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി ആണ് പാർഷ്യൽ ഇഗ്നോറൻസ്. ഇതെന്താ വെച്ചാല്, നമ്മള് ലാബ് എക്സ്പെരിമെന്റിൽ ഇപ്പൊ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ, വീറ്റ്സൺ ബ്രിഡ്ജ്, മറ്റേ അങ്ങനെയുള്ള കുറെ എക്യുപ്മെന്റ് ഒക്കെ വെച്ചിട്ട് അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഫൈനൽ റിസൾട്ട് ഒക്കെ വന്ന് ഫൈനൽ റിസൾട്ട് ഒരു 50.002 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 002 നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യും അല്ലെ. നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂലേക്ക് എത്താൻ വേണ്ടി ചില കാര്യങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ദാറ്റ് ഈസ് പാർഷ്യൽ ഇഗ്നോറൻസ്. അപ്പൊ നമ്മൾ ലാബ് എക്സ്പെരിമെന്റ്സിലാണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. ചെറിയ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടില്ല എന്ന് വെക്കും. അതേപോലെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷന്റെ സമയത്ത്, ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിൾസിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷനിൽ അല്ലെങ്കിൽ വർക്കിൽ ഒരു നെഗ്ലിജിബിൾ എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടില്ല നോക്കും, അതൊരു ഇഗ്നോർ ചെയ്ത് വിടും. സോ രണ്ട് എക്സ്പെരിമെന്റിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റിയാണ് പാർഷ്യൽ ഇഗ്നോറൻസ്. സോ വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ഇൻ പ്രോജക്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ആൻഡ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രണ്ടിലും റിസൾട്ടിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എൻ അൺസർട്ടൈനിറ്റി ഉണ്ടാവും അല്ലെ. അൺസർട്ടൈനിറ്റി ഇസ് ഓക്കർ ഇൻ ബോത്ത് ഓഫ് ദീസ് എക്സ്പെരിമെന്റ്. ദെൻ ദ സിമിലാരിറ്റിയിൽ അടുത്ത് വരുന്നതാണ് these two kind of experiments requires thorough knowledge about the product, final product. എങ്ങനെയാണ് ആ പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ളതിനെ പറ്റി നല്ല ഐഡിയ ഉണ്ടാവണം. പിന്നെ ഉണ്ടാവേണ്ടത് കണ്ടിന്യൂസ് മോണിറ്ററിങ് രണ്ട് കേസിലും അത്യാവശ്യമാണ്. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള സ്റ്റഡി, ലേണിംഗ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്, ദെൻ പാർഷ്യൽ ഇഗ്നോറൻസ്. അപ്പോൾ കമ്പാരിസണിൽ നമ്മൾ സിമിലാരിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് പറയണം? ഡിസിമിലാരിറ്റീസും പറയണം. അപ്പോൾ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റും വേഴ്സസ് ലാബ് എക്സ്പെരിമെന്റ്. ഒന്ന്, എക്സ്പെരിമെന്റൽ കൺട്രോൾ. ഇപ്പോൾ നമ്മൾ ലാബ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, ഇൻ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ്, അതിനാണ് നമ്മൾ ലാബ് എക്സ്പെരിമെന്റ് എന്ന് പറയാം. ഇൻ ലാബ് എക്സ്പെരിമെന്റ്സ്, member for study are selected into two groups, namely A and B at random. Then group A are given special treatment. Then group B is given no treatment and is called the controlled group. But they are placed in the same environment as other group A. This process is called experimental control. This is not possible in engineering. ഒന്നുമില്ല, നിങ്ങളിപ്പോ സ്കൂളിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ, നിങ്ങളെ ക്ലാസ്സിൽ 50-ന് മുകളിൽ കുട്ടികളുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനോ 6 ആളെയോ 5 ആളെയൊക്കെ വെച്ചിട്ട് ഗ്രൂപ്പ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ചിലത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ മിക്കവാറും നിങ്ങൾ സ്കൂൾ ലൈഫിലുള്ള ലാബ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെയാണ് നിങ്ങൾ ചെയ്യുക അല്ലെ. ഒരു കൺട്രോൾഡ് നമ്പർ ഓഫ് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾസിനെ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റിന് എന്ത് ഫെയിലിയർ ഉണ്ടായാലും എന്ത് സക്സസ് ഉണ്ടായാലും ആ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾസിനെ മാത്രമേ അത് എഫക്ട് ചെയ്യൂ അല്ലെ. നിങ്ങളിപ്പോ ഫിസിക്സ് ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്തു, നിങ്ങൾ മറ്റേ പാരലലോഗ്രാം ലോന്റെ എക്സ്പെരിമെന്റ്, പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്തു. അപ്പൊ നിങ്ങൾ 5 ആളടങ്ങുന്ന ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ഫെയിലായി, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് നിങ്ങൾ വിചാരിച്ച പോലെ കിട്ടേണ്ട റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതിനെ കൊണ്ട് നിങ്ങൾ 5 ആളെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഒരു മാർക്കിനെ ബാധിക്കും, നിങ്ങളെ ചെറിയൊരു നമ്പർ ഓഫ് പീപ്പിൾസിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ നാളെ ഒരു എഞ്ചിനീയർ ആയിട്ട് പുറത്തിറങ്ങി നിങ്ങളൊരു വർക്ക് ചെയ്തു, ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ടവർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, അതല്ലെങ്കിൽ ഒരു വെഹിക്കിള്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓട്ടോമൊബൈൽ പാർട്സ് അല്ലെങ്കിൽ മെഷീൻ കമ്പണൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന്റെ ഫെയിലിയർ കാരണം
നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, അതൊരു അൺകൺട്രോൾഡ് മാനറിൽ അത്രയും ആൾക്കാരെ അത് ബാധിക്കും. ഒരു സൊസൈറ്റിയെ മൊത്തം ചിലപ്പം ബാധിച്ചേക്കാം, ഒരു കൺട്രിയെ മൊത്തം ബാധിച്ചേക്കാം. സോ ഒരു എക്സ്പെരിമെന്റൽ കൺട്രോൾ ആരുടെ കേസിലുണ്ട്? നമ്മളെ ലാബ് എക്സ്പെരിമെന്റിന്റെ കേസിൽ നമുക്ക് കൺട്രോൾഡ് മാനറിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്, അല്ലെ? ബട്ട് ഇൻ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഇറ്റ്സ് ദ ക്ലയൻസ് ഓർ കൺസ്യൂമേഴ്സ് ഹു ചൂസ് ദ പ്രോഡക്റ്റ് എക്സൈസ് ദ കൺട്രോൾ. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിൾ ഉണ്ടാക്കി, അപ്പോൾ ഞാൻ അതിനകത്ത് ചെയ്ത പല പ്രൊസീജിയേഴ്സും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് മാർക്കറ്റിലേക്ക് വിട്ടു. മാർക്കറ്റിൽ നിങ്ങളെ പോലെയുള്ള ഒരു കസ്റ്റമർ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഡിസൈൻ ഫേസിൽ വരുത്തിയ എന്റെ എറർ കൊണ്ട് ചിലപ്പോ ഇത് ഓടിക്കുന്ന അയാൾക്കും അയാളെ ചുറ്റിലുള്ള എൻവയോൺമെന്റിനൊക്കെ പ്രശ്നം വരാം, അല്ലെ? സോ നമുക്ക് ഒരിക്കലും ഒരു കൺട്രോൾഡ് മാനറിൽ ഈ ഒരു എക്സ്പെരിമെന്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല. സോ എക്സ്പെരിമെന്റൽ കൺട്രോളിൽ ലാബ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ നമുക്ക് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസിലാണ് നമ്മൾ അവിടെ ലാബ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്. ഒരു കൺസ്ട്രെയിൻസ് വെച്ചിട്ടാണ് 5 ആള് അല്ലെങ്കിൽ ഒരു റൂമിനുള്ളിൽ മാത്രം ചെയ്യുന്നതാണ്. ലാബ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ റൂമിനുള്ളിൽ മാത്രം ചെയ്യുന്നതാണ് നമ്മുടെ ലാബ് എക്സ്പെരിമെന്റ്സ്. ബട്ട് ഇൻ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് നമ്മളൊരു സൊസൈറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ എഫക്ട് ചെയ്യുന്നതൊക്കെ സൊസൈറ്റിയാണ്, നോട്ട് ഇൻ എ കൺട്രോൾഡ് മാനർ. സോ ഒരു ഡിസിമിലാരിറ്റി, ഒന്ന് കൺട്രോൾഡ് ആണ്, മറ്റൊന്ന് അൺകൺട്രോൾഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഹ്യൂമൻ ടച്ച്. Engineering experiments involve human souls, their needs, views, expectation, and creative views in the case of social experimentation. This point of view is not agreed by many engineers, but now the quality engineer and managers have fully realized these human aspects. As the engineering aspect, നമ്മൾ പറഞ്ഞല്ലോ, engineering is a social experimentation ആണ്, not a lab experiment. It's a social experiment. So ഇതിന്റെ ഗുണഭോക്താക്കൾ ശരിക്കും ഒരു സൊസൈറ്റിയാണ്, അവരുടെ വിഭാഗങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ സോൾ അല്ലെങ്കിൽ അവരുടെ നീഡ്, അവരുടെ വ്യൂസ്, അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള വർക്കുകളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്സ് ഇൻവോൾവ് ഹ്യൂമൻ സോൾസ്, ദെയർ നീഡ്സ്, വ്യൂസ്, എക്സ്പെക്ടേഷൻ ആൻഡ് ക്രിയേറ്റീവ് യൂസ് ആസ് ഇൻ ദ കേസ് ഓഫ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ. സോ എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ ആണ്. അതിന്റെ എൻഡ് യൂസർ അല്ലെങ്കിൽ എൻഡ് എഫക്ടർ എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സോ we need to identify the needs or wants or views or expectations of society. So അവിടെ എപ്പോഴും ഒരു മാനുഷിക പരിഗണന, that is human touch. അപ്പോൾ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സോ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ലാബിൽ ചെയ്യുന്ന ഐട്രേഷൻ പ്രോസസ് ആണെങ്കിലും, നമ്മൾ ലാബിൽ ചെയ്യുന്ന മറ്റേ എന്തൊക്കെ എക്സ്പെരിമെന്റുകൾ ഉണ്ട് അതൊക്കെ ആണെങ്കിലും അതൊന്നും ഒരു ഹ്യൂമൻ വാല്യൂ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ വാണ്ട്സിനും നീഡ്സിനും അനുസരിച്ച് ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് ഒരു കൺട്രോൾ മാനർ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് എ ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ ലാബ് പ്രോജക്ട് ഓർ ലാബ് എക്സ്പെരിമെന്റ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്. ദെൻ ഇൻഫോംഡ് കൺസെന്റ്. കൺസെന്റ് ഇൻഫോം ചെയ്യാൻ, അതായത് നമ്മൾ പറയില്ലേ സമ്മതപത്രം എന്നൊക്കെ പറയുന്ന പോലെ. വെൻ ന്യൂ മെഡിസിൻസ് ഹാവ് ബീൻ ടെസ്റ്റഡ്, it should be informed to the person who undergoes the test. They have moral and legal rights to know about the facts, which is based on informed consent before take part in the experiment. Engineering must also recognize these rights. അത് കൺസെന്റ് നമ്മൾ ഇൻഫോം ചെയ്യണം. മീൻസ് നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ബിൽഡിംഗ്, ഞാനാണ് ഇതിന്റെ എഞ്ചിനീയർ ആണ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണ്. ഇപ്പൊ ഞാനൊരു വീട് പണിത് കൊടുക്കുമ്പോൾ ആ വീടിന്റെ ആവശ്യക്കാരന് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും നമ്മൾ അറിയിച്ചു കൊടുക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മെഡിസിൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതും ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. കാരണം എന്താ, ഒരു മെഡിസിൻ ഉണ്ടാക്കി എന്നുള്ളതിനെ കൊണ്ട് എനിക്ക് ലാഭമൊന്നും ഉണ്ടാവും. മീൻസ് ഞാനൊരു ഡ്രഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്കാരനാണെങ്കിൽ എനിക്ക് അതിനകത്ത് ലാഭം ഉണ്ടാവും. പക്ഷെ ആ മെഡിസിനെ കൊണ്ടുള്ള എഫക്ട്, അതിന്റെ ഫൈനൽ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സോ ഒരു മെഡിസിൻ നമ്മൾ ഒരാളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ പേഴ്സണിന് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഈ മെഡിസിനെ കൊണ്ടുള്ള ഉപയോഗം, എന്താണ് ഇതിന്റെ പിന്നെ ബൈ പ്രൊഡക്റ്റ് എന്നുള്ള രീതി അല്ലെങ്കിൽ സൈഡ് എഫക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ അവരറിയിക്കണം. അതൊക്കെ അറിയിക്കാനുള്ള അവകാശവും നിയമങ്ങളും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. സോ ഇൻഫോംഡ് കൺസെന്റ്, നമ്മൾ എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റിൽ കൺസെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ അതിന്റെ ഉപയോക്താക്കളെ അറിയിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ലാബ് എക്സ്പെരിമെന്റ്സ് ആ ഒരു ആവശ്യം ഇല്ല. നമുക്ക് നമ്മുടെ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് കൺസെന്റ് ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. Then informed consent has two basic elements, knowledge and voluntariness. അതൊന്നും വലിയ കാര്യമുള്ളതല്ല. എന്താണ് ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. Then knowledge gained. Not much of new knowledge is developed in engineering experiment as in the case of scientific experiments in the laboratory. Engineering experiments only help us to verify the adequacy of the design, to check the stability of the design parameters, prepare for the unexpected outcomes in the actual field environment. അത് അടുത്തൊരു ഡിസിമിലാരിറ്റി ആണ് നോളജ് ഗെയിൻ. ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റും നമ്മൾ ലാബ് എക്സ്പെരിമെന്റ് ചെയ്യലോടുകൂടി നമുക്ക് ഒരുപാട് നോളജ് കിട്ടും അല്ലെ. നമ്മളിപ്പോ ഒരു കെമിസ്ട്രിയിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് കുറെ ഡീറ്റെയിലിംഗ് കിട്ടും. കുറെ റിയാക്ഷൻ ടൈം, അതേപോലെ ഏറ്റവും ബെസ്റ്റ് റിയാജന്റ് ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കിട്ടും അല്ലെ. ബട്ട് ഇൻ കേസ് ഓഫ് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് നമ്മുടെ എഞ്ചിനീയേഴ്സ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. അവരുടെ കയ്യിലുള്ള നോളജ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ബട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വെരിഫൈ ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ പറ്റും. അഡീക്വസി ഓഫ് ദ ഡിസൈൻ, then stability of the design, then prepare for unexpected outcomes in the actual field environment. So നമുക്ക് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റും അതുപോലെ തന്നെ ലാബ് എക്സ്പെരിമെന്റ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തിയിട്ടുള്ളത്. സിമിലാരിറ്റീസും പറഞ്ഞിട്ടുണ്ട്, ഡിസിമിലാരിറ്റീസും പറഞ്ഞിട്ടുണ്ട്. സിമിലാരിറ്റീസിൽ നമ്മൾ പറഞ്ഞു രണ്ടിലും ഒരു അൺസർട്ടൈനിറ്റി അബൌട്ട് ദ റിസൾട്ട് ഉണ്ട്. ദെൻ രണ്ടിലും നമുക്ക് നോളജ് അത്യാവശ്യമാണ്. ദെൻ രണ്ടും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. രണ്ടും ലേണിംഗ് ഫ്രം ദ പാസ്റ്റ് എന്ന് പറയുന്നത് അവിടെ രണ്ടിലും ആപ്ലിക്കബിൾ ആണ്. ദെൻ പാർഷ്യൽ ഇഗ്നോറൻസ്, ചിലതിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു. ദെൻ ഡിസിമിലാരിറ്റിയിൽ ഒന്ന് എക്സ്പെരിമെന്റൽ കൺട്രോൾ, ലാബ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ കൺട്രോൾഡ് കണ്ടീഷൻ ആണ്, ബട്ട് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് ഈസ് എ അൺകൺട്രോൾഡ് പ്രോസസ്. ദെൻ ഹ്യൂമൻ ടച്ച്, എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ മാനുഷിക പരിഗണന കൊടുക്കും, കാരണം സൊസൈറ്റിയെ എഫക്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട്. Then concept information, then knowledge gain, like gaining of knowledge അല്ലെങ്കിൽ attaining of knowledge. So ഇത്രയാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്, എഞ്ചിനീയറിംഗ് ആസ് എക്സ്പെരിമെന്റേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു എഞ്ചിനീയേഴ്സിന്, ഒരു റെസ്പോൺസിബിൾ എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ലേറ്റായി വന്നവരുണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡൻസ് തരണേ.